രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടെ അവിടെ ക്ഷേത്രത്തിൽ തൊഴുവാണ്. ചന്ദ്രമതിയും ബാമയും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ആരോ ഒരാളുടെ മുന്നിൽ എല്ലാവരും ഇങ്ങനെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയും പൈസയൊക്കെ മേടിക്കുന്നതാണ്. ആളുടെ കയ്യിൽ പൈസയൊക്കെ കൊടുക്കുക. അപ്പോൾ ബാമയും ചന്ദ്രമതിയും കൂടെ പറയും, ബാ നമുക്കും കൂടെ പോയി അവിടെ ചെന്ന് നോക്കാം, എന്താണെന്ന് അറിയില്ലല്ലോടി ബാമയെന്നൊക്കെ പറയുന്നുണ്ട് ഈ ചന്ദ്രമതി. അപ്പം എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞാൽ ഞാനൊന്ന് ചെന്നിട്ട് വരാം, നമുക്ക് അവിടെ ചെന്നിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെല്ലും കേട്ടോ. അപ്പോൾ ആരും അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും ചെന്നിട്ട് ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇവർക്ക് ആരാന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചെന്തോ ആരോട് അനുഗ്രഹം വാങ്ങി, അവർ നേർച്ചയൊക്കെ ഇട്ട് അനുഗ്രഹം വാങ്ങുന്നത്. അപ്പോൾ ആളിങ്ങനെ അവിടെ നിൽക്കുക. ഇവർ ചെന്ന് നോക്കിയതും ചന്ദ്രമതി ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ അത് ഫിനാൻസറാണ്. ചന്ദ്രമതി വീടിൻ്റെ ആധാരം പണയം വെച്ച് പൈസ മേടിച്ചേക്കുന്ന ഫിനാൻസർ. ആളെ കണ്ട് ചന്ദ്രമതി ഒറ്റ ഓട്ടമായിരുന്നു ബാക്കിലേക്ക് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ പൈസ ചോദിക്കുമല്ലോ. എന്നിട്ട് ബാമയോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്നാ ചെയ്യും, ആളാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എവിടെ നിന്ന് ഞാൻ പൈസ കൊടുക്കും, ഞാനാണ് 2 മാസത്തെ പലിശയൊന്നും കൊടുത്തിട്ടില്ല, ആളിപ്പം വരും, ഇപ്പം തന്നെ പിടിക്കും, ഇനി എന്ത് ചെയ്യും, ഇനി അവിടെ നിന്ന് കൊടുക്കുമെന്നൊക്കെ പറയും. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല, എനിക്ക് ആകെ ടെൻഷനാകുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയോട് ഇങ്ങനെ ചന്ദ്രമതി പറയുക, വീട്ടിലാണെങ്കിൽ ആരും അറിയാതെയാണ് ഞാനത് എടുത്ത് കൊടുത്തതും ആധാരം പണയം വെച്ചതും, ഇനിയിപ്പോൾ എല്ലാവരും അറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിനെയും സച്ചിനെയാണ്. സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, രേവതി നീ വേഗം പോയി പൈസ കൊടുത്തിട്ട് വരണം. അപ്പം സച്ചിയോട് ചോദിക്കുവാണ്, രേവതി ചോദിക്കുവാണ്, ആൾ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ ആൾ വരാതിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയും, ഇല്ലില്ല, ആൾ വരാതിരിക്കുമൊന്നും ഇല്ല. എന്നിട്ട് സച്ചിയോട് പിന്നെയും രേവതി ചോദിക്കുവാണ്, എന്താ ഞാൻ പറയേണ്ട, അയാളോട് ഞാൻ ആ ഫിനാൻസറോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കും. നീ എൻ്റെ ഭാര്യയാണെന്ന് പറയണം. ശരി, അല്ല നിങ്ങൾ എവിടെ പോയി എന്നാ പറയണ്ടേ, അയ്യോ നിങ്ങൾ എവിടെ പോയി എന്നാ പറയണ്ടേ, മൈസൂർക്കല്ലേ, മൈസൂർക്ക് എന്നപ്പോൾ ഇങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ദൈവം എന്ത് നേരത്തെ ഇവളെ വിളിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു, വേറെ ആരെയും വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഇങ്ങനെ സച്ചി പറയാം. അപ്പോൾ അത് ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, നോക്കി താലി നിങ്ങൾ നോക്കിയെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേ സമയത്തേക്കും ചന്ദ്രമതിയാണ് ആകെ ടെൻഷനില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അയാളിപ്പം നമ്മളെ പിടിക്കും, ഇനിയിപ്പോൾ ഇങ്ങോട്ടിപ്പം വരും. അപ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട്, എടി നമ്മളെ കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് വേഗം മാറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറാൻ തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും അവരിങ്ങനെ നോക്കുക, അവരുടെ നേരെയാണ് ഈ ഫിനാൻസർ വരുവാണ്. അങ്ങനെ ചന്ദ്രമതിനെയും ബാമേനെയൊക്കെ കാണുക കേട്ടോ. അപ്പോഴത്തേക്കും നേരെ ഇങ്ങനെ വരും. അപ്പോഴത്തേക്കും അവർ സൈഡിലേക്ക് മാറി നിൽക്കുക. എന്നിട്ട് ബാമയോട് പറയും, നീ ഒന്ന് വേഗം ചെന്ന് സംസാരിക്കുക, അയാളോട് സംസാരിക്കുക, അല്ല ആളിങ്ങോട്ട് വരും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ബാമയും ചെന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ചന്ദ്രമതി വീട്ടിലറിയാതെയാണ് ഇങ്ങനെ ആധാരമൊക്കെ എടുത്ത് തന്നേന്നുള്ള കാര്യമൊക്കെ ഈ ഫിനാൻസറുടെ അടുത്ത് പറയും. അപ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യം വരും. എന്നിട്ട് അയാൾ ഇത്രയും കള്ളത്തരം കാണിക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ അടുത്തും കൂടെ പറയുന്നുണ്ട്, ഇത്രയും നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നു, ഞാൻ പൈസ ഫിനാൻസ് ഇങ്ങനെ കൊടുത്താലും അതിനൊരു നേരായിട്ടുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുകയുള്ളൂ, നാളെ തന്നെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും എനിക്ക് അതിൽ ഒപ്പിട്ട് തരണം, അല്ലാതെ നിങ്ങൾ ആരും അറിയാതെ എനിക്ക് ആ പൈസ തരരുത്, എനിക്ക് ആരും അറിയാതെ നിങ്ങൾ ആധാരം എടുത്തു തന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ചന്ദ്രമതി പറയും, അത് എൻ്റെ പേരിലാണ് വീട്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് അവിടെ വെറുതെ ചേർത്തേക്കുന്നതേ ഉള്ളൂ, അത് എൻ്റെ വീടാന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഫിനാൻസർ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയണ്ട, എത്രയും വേഗം നാളെ തന്നെ വന്ന് വീട്ടിലുള്ള എല്ലാവരും സൈൻ ചെയ്യണമെന്ന് പറയാം. എല്ലാവരും കൂടെ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നം, ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയും, ഇനി എനിക്ക് നാളെ ഇതുമായിട്ട് കോടതി കയറാനൊന്നും പറ്റത്തില്ല, നാളെ എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ കോടതി കയറേണ്ട വരും, എനിക്ക് പോലീസ് സ്റ്റേഷൻ കയറാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫിനാൻസർ പറയുകയാണ്. ചന്ദ്രമതി എന്നിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയും പൈസ തന്നോളാം, പൈസ തരാമെന്ന് പറയും. അപ്പോൾ പറയാമെന്ന് നിങ്ങൾ ആധാരത്തിൽ എല്ലാവരും വന്ന് അവിടെ വന്നിട്ട് അപേക്ഷയിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ആ പൈസ മുഴുവനായിട്ട് തിരിച്ചു തന്നേരെ എന്ന് പറയുന്നുണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ മടക്കി തരണമെന്ന് പറയുന്നു. എന്നിട്ട് ബാമയോട് പറയുന്നുണ്ട്, നീയാണ് ജാമ്യം നിൽക്കുന്നത്, ഇല്ല നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും, നിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഇരിക്കും, അവിടെ വന്ന് ഞാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഈ ഫിനാൻസർ പറയാം, നീയാണ് ഇതിന് ജാമ്യം നിൽക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കാണെന്നൊക്കെ പറയണ്ടോ. അപ്പം ബാമ ഭയങ്കര ടെൻഷനായി, ബാമയ്ക്ക് ഭയങ്കര കരച്ചിലാണ് അവിടെ നിന്നിട്ട് ബാമയും കൂടെ. എന്നിട്ട് ബാമ അവിടെ നിന്ന് കരയുക. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പിള്ളേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, നീ കാരണം ഞാനും കൂടി ഇപ്പോൾ കുടുങ്ങൂല, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാമ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അതേ സമയമാണെങ്കിൽ
രവീന്ദ്രൻ ഇവരിങ്ങനെ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്. ഈ ആ ക്ഷേത്രത്തിൽ തന്നെയാണല്ലോ, ഇനി എവിടെയാണ് അവരെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അപ്പോഴത്തേക്ക് രവീന്ദ്രനെ കാണും കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ഇവരെ കണ്ടു വരുമ്പോഴത്തേക്കും ഭാമ ഭയങ്കര കരച്ചിൽ അവിടെ നിന്നിട്ട്, എൻ്റെ എല്ലാം പോയി, എൻ്റെ വീട് പോയി എന്ന്, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കരയും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് രവീന്ദ്രൻ വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കുന്നു. എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാം ഒന്ന് കരയും. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നു മിണ്ടായിരിക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ രവീന്ദ്രൻ കേൾക്കാതെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ചന്ദ്രമതി പറയാണ്, അതേ ഒന്നുമില്ല, അവൾ വെറുതെ നിന്ന് കരയുക, ഇവിടെ അല്ല എന്തോ ഇവിടെ പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിങ്ങളെ മുഖത്തൊന്നും അറിയില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഭാമയോട് പറയാം, നീ വന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അങ്ങോട്ട് മാറുവാണ്. എങ്ങനെയെങ്കിലും ഇനി രവീന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. പിന്നെ കാണിക്കുന്ന രേവതി സച്ചിയും കൂടെയാണ്. അപ്പോൾ സച്ചി പറയും, നീ ചെന്ന് വേഗം കൊടുക്കുക. അപ്പോൾ ആളിങ്ങനെ സൈന്യപ്രദക്ഷിണം ചെയ്യുന്ന സമയത്താണ്, നീ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ കണ്ണടച്ച് സൈന്യപ്രദക്ഷിണം ചെയ്യണം. ആ സമയത്താണ് രേവതി പൈസയും കൊണ്ട് ചെല്ലുന്ന, നമസ്കാരം സാറെന്ന് പറയും. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും, ആരായത് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സൗണ്ടാണല്ലോ, പരിചയമില്ലാത്ത. അപ്പം പറയും, ഞാൻ സച്ചിയുടെ ഭാര്യയാന്ന് പറയും. അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പം ഞാൻ അതിൻ്റെ പൈസ തരാൻ വന്ന, പലിശയുടെ പൈസ തരാൻ വന്നതെന്ന് പറയും. അപ്പോൾ പറയും, ഇത് കുറച്ച് പൈസ കുറവുണ്ട്, അപ്പോൾ അതിൽ ബാക്കി പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കും കേട്ടോ. അത് മേടിക്കുന്നുണ്ട് ആൾ, ഈ ഫൈനാൻസർ മേടിക്കുകയാണ്. അത് ചോദിക്കും, സച്ചി എവിടെ പോയതാണെന്ന് പറയും. അത് സച്ചി ഒരു ഇങ്ങനെ ട്രിപ്പ് പോയതാണ് മൈസൂർക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ആൾ അവിടെ നിന്ന് ചാടി ഇങ്ങനെ എഴുന്നേറ്റിട്ട് പോകുമ്പോൾ സച്ചി അവിടെ നിന്ന് ഒളിച്ച് നിന്ന് നോക്കുന്നുണ്ട് രേവതിയോട് എന്താ ഈ ഫിനാൻസർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴത്തേക്ക് സച്ചി ഒളിച്ച് നിന്ന് ഇങ്ങനെ നോക്കുന്നത് ഇയാൾ കണ്ടു. അപ്പോഴത്തേക്ക് രേവതിയോട് ചോദിക്കുകയാണ്, മൈസൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന അകലത്തിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ഒളിച്ച് നിൽക്കുന്നത് ഇയാൾ കാണുവാണ്. എന്നിട്ട് ഇയാളിങ്ങനെ രേവതിയുടെ അടുത്തും ചെല്ലും. അപ്പോഴത്തേക്ക് സച്ചിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സച്ചി പറയടി, നീ എന്നെ ഇങ്ങനെ ആൾക്ക് പറഞ്ഞു കൊടുത്തു ഇല്ലേടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത്. അപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക, എന്താ പൈസ തരാത്ത, ഇങ്ങനെ പലിശ കുറവെന്ന് പറയും. അപ്പോൾ പറയുന്നത്, എനിക്ക് കുറച്ച് പൈസയുടെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭാര്യയുടെ കൊടുത്തു വിട്ടേന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് ആകെ ചമ്മലായി. സച്ചി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുക കേട്ടോ. എല്ലാ മാസവും കറക്റ്റ് തരുന്ന പൈസ കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു സച്ചി. അപ്പോൾ കുറച്ച് പൈസയാണ് കുറവുള്ളതെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, നീ എന്ത് തരും, എനിക്ക് ആ കറക്റ്റ് ഡേറ്റ് അറിയണമെന്നൊക്കെ ഇങ്ങനെ സച്ചി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആ കറക്റ്റ് ഡേറ്റ് എന്ന് തരും എന്ന് പറയണം, ബാക്കി പൈസ എന്ന്. ഈ സച്ചിയോടും രേവതിയോടും കൂടെ ഈ ഫിനാൻസർ സംസാരിച്ചിരിക്കുന്നത് ചന്ദ്രമതിയും ഭാമയും കൂടെ കാണുമെന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എല്ലാം അവനോട് പറഞ്ഞെന്നാണ് തോന്നുന്നത്, ഇന്ന് എല്ലാം തകർന്ന് ഇനി എന്ത് ചെയ്യും ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭാമ പറയുന്നുണ്ട്, എടി അങ്ങനെയൊന്നും ആയിരിക്കില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, അവർ പറയാൻ പോയതൊന്നുമല്ല, അയാൾ എന്താണല്ലോ അങ്ങനെ പോയി പറയുമൊന്നുമില്ല, അപ്പം നിങ്ങളൊരു വീട്ടിലാണെന്നൊന്നും അറിയില്ലല്ലോ, അങ്ങനെയൊന്നും വഴിയുണ്ടാവില്ല, അങ്ങനെയാണെങ്കിലും പറയാനൊന്നും വഴിയുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇനി സച്ചി പൈസ വല്ലതും മേടിച്ചിട്ടുണ്ടായിരിക്കും, അതേക്കുറിച്ചായിരിക്കും അവർ സംസാരിക്കണേന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതിക്കാണ് നോക്കിയപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം രേവതി സച്ചിയും കൂടെ നിന്ന് ഫിനാൻസറുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ചിരിച്ച് വർത്താനമൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. ചന്ദ്രമതിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അതേസമയം രവീന്ദ്രൻ വന്നിച്ച് പിന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി എന്താ പ്രശ്നം, നിനക്ക് എന്താ പ്രശ്നം, നിൻ്റെ മുഖത്ത് എന്തോ മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളങ്ങ് മാർക്ക് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങ് പോകുവാണ്. അതേസമയം പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂടിയാണ്. അവർ എന്നിട്ട് ശ്രുതിയും കൂടെ അവിടെ നിൽക്കും. അമ്മ എവിടെ പോയത് ഇത്രയും നേരമായിട്ട്, ഞങ്ങൾ എത്ര നേരമായി എന്നറിയോ തൊഴുത് കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണു. അപ്പോഴത്തേക്കും ബാമ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അങ്ങനെ അവർ വീട്ടിലേക്ക് ശ്രുതി ചന്ദ്രമതിയും ബാമയും എല്ലാവരും കൂടെ അവർ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇവരുടെ ഇങ്ങനെ വർത്താനമൊക്കെ, ചന്ദ്രമതിയുടെ വർത്താനമൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് രവീന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഇവരിങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം പിന്നെ സച്ചിനെ കാണിക്കുന്നത് ആ ഗുണ്ടകളെയാണ്. അപ്പോൾ അന്ന് സച്ചിയുടെ കാറിൽ കഞ്ചാവ് വെച്ച ഗുണ്ടകളെ, അപ്പോൾ അവരെ എടുത്തിട്ട് മെരിക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലുള്ളത്. അതുപോലെ തന്നെ അവൻ ഈ കഞ്ചാവ് വെച്ച ആൾ എല്ലാ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചി അറിയുന്നതൊക്കെയാണ്. അതൊക്കെയാണ് ഇനി നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.